നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 9 ജില്ലകളിൽ യെല്ലോ അലർട്ടും നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത്. വരുന്ന 3 മണിക്കൂറിൽ കേരളത്തിലെ ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മറ്റ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. കനത്ത മഴയിൽ ആൽത്തറയിൽ വീടിന്റെ മുൻവശം തകർന്നു വീണു. വീട്ടുകാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കടവലൂർ പഞ്ചായത്ത് 13-ാം വാർഡ് പുത്തംകുളം ആൽത്തറ വീട്ടിലയിൽ അബൂബക്കറിന്റെ വീടാണ് തകർന്നത്. ഏറെ പഴക്കമുള്ള വീടിന്റെ ഓടിട്ട ചുമരുൾപ്പെടെയുള്ള മുൻഭാഗമാണ് ശനിയാഴ്ച പുലർച്ചെയോടെ തകർന്നു വീണത്. പഴയ ഓടിട്ട വീടിനോട് ചേർന്നുള്ള വാർപ്പിൽ നിർമ്മിച്ച മറ്റൊരു ഭാഗത്തെ മുറിയിലാണ് 5 അംഗമടങ്ങിയ വീട്ടുകാർ ഉറങ്ങിയിരുന്നത്. പുലർച്ചെ ഉറക്കമെണീറ്റപ്പോഴാണ് വീടിന്റെ മുൻവശം തകർന്നതായി വീട്ടുകാർ അറിയുന്നത്. കാലപ്പഴക്കം ചെന്ന വീട് സമീപവാസിയുടെ പുരയിടത്തിലേക്ക് വീഴാൻ സാധ്യതയുണ്ടെന്ന് കാട്ടി അയൽവാസി കുടുംബം മാസങ്ങൾക്ക് മുമ്പ് അധികാരികൾക്ക് പരാതി നൽകിയതായും പറയുന്നു. എന്നാൽ ഉടമസ്ഥൻ പൊളിച്ചുമാറ്റാൻ തയ്യാറായില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. നിലവിൽ പൊളിഞ്ഞ ഭാഗത്തിന്റെ ബാക്കി ഭാഗം റോഡിലേക്കും സമീപവാസിയുടെ വീടിനു മുകളിലേക്കുമാണ് വീഴാൻ സാധ്യത എന്നതിനാൽ ബാക്കി ഭാഗം ഉടമസ്ഥൻ ഉടൻ പൊളിച്ചുമാറ്റി അപകട ഭീഷണി ഒഴിവാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. പഞ്ചായത്തിലുള്ള കാലപ്പഴക്കം ചെന്നതും അപകട ഭീഷണിയായതുമായ ഇത്തരം കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാനായി വില്ലേജ്, പഞ്ചായത്ത് അധികാരികൾ നോട്ടീസ് നൽകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ശക്തമായ മഴയിൽ പൊന്നിയൂർകുളത്ത് കോൺക്രീറ്റ് ജലസംഭരണി കിണറിന് മുകളിലേക്ക് തകർന്നു വീണു. കോറത്തോയിൽ പള്ളിക്ക് പടിഞ്ഞാറ് അത്താണിക്കൽ സുൽഫിക്കർ അലിയുടെ വീട്ടിലെ കോൺക്രീറ്റ് ജലസംഭരണിയാണ് കിണറിന് മുകളിലേക്ക് തകർന്നു വീണത്. കോൺക്രീറ്റ് പാളികൾ വീണ് കിണർ മൂടിയ നിലയിലാണ്. വെള്ളിയാഴ്ച വൈകിട്ട് 6:30-നാണ് സംഭവം. സംഭരണിക്കു വേണ്ടി കല്ലിൽ കെട്ടി ഉയർത്തിയ പമ്പ് ഹൗസും ഇതിനു മുകളിലെ 1000 ലിറ്ററിന്റെ കോൺക്രീറ്റ് സംഭരണിയുമാണ് വീണത്. കിണറിന്റെ ആൾമറയും 2 തൂണുകളും തകർന്നു. സംഭരണി കുറച്ചുകാലമായി ഉപയോഗശൂന്യമായി കിടക്കുകയായിരുന്നു. ലയൺസ് ഇന്റർനാഷണൽ 318D ഡിസ്ട്രിക്റ്റിന്റെ സർവീസ് പ്രൊജക്ടുകളുടെ ഉദ്ഘാടനം ജൂലൈ 1-ന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ലയൺസ് ഡിസ്ട്രിക്റ്റിന് കീഴിലുള്ള 45 ക്ലബ്ബുകളുടെ സർവീസ് പ്രൊജക്റ്റുകൾക്കാണ് തുടക്കം കുറിക്കുക. രാവിലെ 9 മണിക്ക് കുന്നംകുളം ലയൺസ് ക്ലബ്ബ് ഹാളിൽ സൗജന്യ നേത്രപരിശോധന, പ്രമേഹ പരിശോധന ക്യാമ്പും സംഘടിപ്പിച്ചാണ് പ്രൊജക്റ്റുകളുടെ ഉദ്ഘാടനം സംഘടിപ്പിക്കുന്നത്. ഡിസ്ട്രിക്ട് വൈസ് ഗവർണർ സുരേഷ് കെ വാര്യർ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെ നടക്കുന്ന ക്യാമ്പിന് ലയൺ പ്രിൻസ് തോമസ്, ലയൺ ബിജു പുറത്തൂർ എന്നിവർ നേതൃത്വം നൽകും. 300ഓളം പേർ ക്യാമ്പിൽ പങ്കെടുക്കും. ജൂലൈ 1 മുതൽ ആരംഭിക്കുന്ന ലയൺസ് ഇയറിന്റെ ഭാഗമായി കുന്നംകുളം ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം ജൂലൈ 6-ന് നടക്കും. മുൻ ഡിസ്ട്രിക്ട് ഗവർണർ അഡ്വക്കേറ്റ് KN സോമകുമാർ ചടങ്ങിൽ മുഖ്യാതിഥിയാകും. കുന്നംകുളം ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നിരവധി സേവന പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ട്. മേഖലയിൽ 350 വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി കണ്ണട വിതരണം നടത്തി. അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന കീഴൂർ സ്വദേശിക്കുള്ള വീട് നിർമ്മാണം പുരോഗമിച്ചു വരികയാണ്. വാർത്താ സമ്മേളനത്തിൽ ജ്യോതിസ് സുരേന്ദ്രൻ, ഗിൽബർട്ട് എസ് പാറമേൽ, CK അപ്പുമോൻ, KC അനൂപ് എന്നിവർ പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കുന്നംകുളം നോർത്ത് യൂണിറ്റ് കൺവെൻഷൻ ചേർന്നു. CB സ്മാരക ഹാളിൽ ചേർന്ന യോഗം KSSPU കുന്നംകുളം ബ്ലോക്ക് സെക്രട്ടറി CG ജോബിരാജ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് MA വേലായുധൻ അധ്യക്ഷനായി. സെക്രട്ടറി ഡെന്നീസ് മങ്ങാട്, ബ്ലോക്ക് പ്രസിഡന്റ് MK സുകുമാരൻ, VT ശ്രീധരൻ, VR അഭി, P സുലോചന, KM സൂസന്ന, P സരസ്വതി എന്നിവർ സംസാരിച്ചു. പുതിയ അംഗങ്ങളെ സംഘടനയിൽ അംഗത്വം നൽകി. വടുതല വട്ടമ്പാടം സെന്ററിലെ മരത്തിന്റെ അപകടാവസ്ഥയിലുള്ള കൊമ്പുകൾ മുറിച്ചു മാറ്റണമെന്ന് CPI ബ്രാഞ്ച് കമ്മിറ്റി ആവശ്യപ്പെട്ടു. സുലൈമാൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ കമ്മിറ്റി അംഗം ഷാജൻ മാസ്റ്റർ, ലോക്കൽ സെക്രട്ടറി രഞ്ജൻ മാസ്റ്റർ, KS ബിജു തുടങ്ങിയവർ സംസാരിച്ചു. ബ്രാഞ്ച് സെക്രട്ടറി സിദ്ധാർത്ഥൻ സ്വാഗതവും ആഷിഖ് നന്ദിയും പറഞ്ഞു. ചെമ്മന്തിട്ട ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ലക്ഷാർച്ചനയും പ്രതിഷ്ഠാദിനവും ജൂലൈ 3, 4 തീയതികളിൽ ആഘോഷിക്കും. വ്യാഴാഴ്ച രാവിലെ ലക്ഷാർച്ചന നടക്കും. ദീപാരാധനയ്ക്ക് മുമ്പ് കലശാഭിഷേകം, രാത്രി 7:30-ന് ഭക്തിഗാന സുധയും അരങ്ങേറും. വെള്ളിയാഴ്ച പ്രതിഷ്ഠാദിനത്തിൽ 1000 കുടം അഭിഷേകം, തുടർന്ന് പ്രസാദ ഊട്ടുമുണ്ടാകും.
കല്ലുംപുറം ക്രിസ്ത്യൻ കോഓപ്പറേറ്റീവ് ഫെലോഷിപ്പിന്റെ 20ാം കുടുംബസംഗമം ഞായറാഴ്ച നടക്കും. ഞായറാഴ്ച വൈകിട്ട് വർഗീസ് മെമ്മോറിയൽ കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന കുടുംബസംഗമം സീനിയർ അംഗം CB ശോശാമ്മ ഉദ്ഘാടനം ചെയ്യും. ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് കുന്നംകുളം എക്സൈസ് ഇൻസ്പെക്ടർ K മണികണ്ഠൻ നയിക്കും. വിവാഹ ജീവിതത്തിൽ രജത ജൂബിലി ആഘോഷിക്കുന്നവർ, നവദമ്പതിമാർ, SSLC, +2 ഡിഗ്രി വിജയികൾ, 60, 70, 84, 90 വയസ്സ് തികഞ്ഞവർ എന്നിവർക്ക് ആദരവും ചടങ്ങിൽ നടക്കും. വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നുമുണ്ടാകും. പരിപാടികൾക്ക് പ്രസിഡന്റ് സിജു ചുമാർ, സെക്രട്ടറി റെന്നി ചെറുവത്തൂർ, ട്രഷറർ ബിജു താരുക്കുട്ടി, റിലീഫ് മിഷൻ കൺവീനർ ജോസ് വൈദ്യർ എന്നിവരും എക്സിക്യൂട്ടീവ് അംഗങ്ങളും നേതൃത്വം നൽകും. ഭാരക്കുറവോടെ ജനിച്ച കുഞ്ഞിനെ കൃത്യമായി പരിചരിച്ച് പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചു കൊണ്ടുവന്ന കുന്നംകുളം മലങ്കര ആശുപത്രി 960 ഗ്രാം മാത്രം ഭാരമായി ജനിച്ച കുഞ്ഞിനെയാണ് 40 ദിവസത്തെ പരിചരണത്തിനു ശേഷം ആരോഗ്യമുള്ള കുഞ്ഞായി വീട്ടിലേക്ക് മടക്കി അയച്ചത്. നഗരങ്ങളിലെ ആശുപത്രികളിൽ സങ്കീർണമായ പ്രസവങ്ങൾ സാധാരണമാണെങ്കിലും കുന്നംകുളം പോലുള്ള പ്രാന്തപ്രദേശത്തെ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ആദ്യമായാണ് ഇത്തരമൊരു സംഭവമെന്ന് പ്രസവ ശുശ്രൂഷ നൽകിയ ഡോക്ടർ പൗർണമി പറയുന്നു. 36 ആഴ്ച മാത്രം പ്രായമുള്ള കുഞ്ഞിനെ പൂർണ്ണ ആരോഗ്യത്തോടെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കാനായതിലെ സന്തോഷത്തിലാണ് ആശുപത്രി അധികൃതർ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 8,930 രൂപ, പവന് 71,440 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 115 രൂപ. ചരമം. കല്ലുംപുറം മേക്കാട്ടുകുളം പരേതനായ ഉക്രുവിന്റെ മകൻ കൊച്ചുകുഞ്ഞൻ നിര്യാതനായി. 76 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച 11:30 കല്ലുംപുറം മലബാർ സ്വതന്ത്ര സുറിയാനി സഭ സെന്റ് ജോർജ് പള്ളി സെമിത്തേരിയിൽ നടക്കും. മോളിയാണ് ഭാര്യ. ഡിജു, ഡിനു എന്നിവർ മക്കളാണ്. കാട്ടകമ്പാൽ ചിറക്കൽ താഴത്തേയിൽ പരേതനായ മൂസക്കുട്ടിയുടെ മകൻ അഷ്റഫ് നിര്യാതനായി. 62 വയസ്സായിരുന്നു. ഖബറടക്കം ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30 ചിറക്കൽ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടക്കും. ലൈലയാണ് ഭാര്യ. ഷംനാദ്, റിൻഷാദ്, നിദ എന്നിവർ മക്കളാണ്. CPIM മുൻ ബ്രാഞ്ച് സെക്രട്ടറിയായിരുന്നു പരേതൻ. കാട്ടകമ്പാൽ ചിറയൻകാട് നൊട്ടത്തയിൽ സയ്യിദ് ഹാജി മകൻ അബ്ദുസലാം ഹാജി നിര്യാതനായി. 64 വയസ്സായിരുന്നു. ദീർഘകാലമായി ചിറയൻകാട് മഹല്ല് കമ്മിറ്റി അംഗമായും ചിറക്കൽ IG ഇംഗ്ലീഷ് സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിയിലും പ്രവർത്തിച്ചു വരികയാണ്. കഴിഞ്ഞ ദിവസം വൈകിട്ട് ദേഹാസ്വാസ്ഥ്യത അനുഭവപ്പെട്ടതിനെ തുടർന്ന് കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. തുടർന്നായിരുന്നു മരണം. ജാരിയ ഭാര്യയും ബഷീർ, ഷബീർ, ഷമീൽ എന്നിവർ മക്കളുമാണ്. ഖബറടക്കം ഇന്ന് വൈകിട്ട് ചിറയൻകാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടക്കും. പൂവത്തൂർ കൊമ്പൻ വീട്ടിൽ പരേതനായ ഫ്രാൻസിസ് ഭാര്യ അന്നമ്മ നിര്യാതയായി. 77 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. റോസി, ജോയി, ആന്റണി എന്നിവർ മക്കളാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.